നിങ്ങൾ ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കുക. ഒരു സൈഡിൽ മുഖ്യമന്ത്രി, ഒരു സൈഡിൽ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും, ഒരു സൈഡിൽ പോലീസ് കേസിന്റെ പേടിപ്പെടുത്തൽ. അതായത് ഹണി റോസിനെതിരെ കമന്റ് ഇട്ട പലർക്കെതിരെ പോലും കേസും. ശ്രദ്ധിച്ചു കാണും. ഇത്രയും ഉണ്ടായിട്ടും രാഹുൽ ഈശ്വർ എന്ന ഒറ്റ വ്യക്തി പറയുന്ന വാക്കുകൾക്കും വിമർശനത്തിനും ഇത്ര പ്രാധാന്യവും സ്വീകാര്യതയും കിട്ടുന്നത് ഈ മുഖ്യമന്ത്രിയും പോലീസും മാധ്യമങ്ങളും അല്ല. ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന ബോധ്യം കേരള സമൂഹത്തിനുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളുടെ താഴെ നോക്കിയാൽ അതിലെ ഒരു ചാനലിന്റെ ഇത് എനിക്ക് ഫ്ലവേഴ്സ് ന്യൂസ് 24 ആകും ടോപ്പ് ഇന്ത്യയിൽ, അതായത് കേരളത്തിലല്ല ഇന്ത്യയിൽ നമ്പർ 1 ട്രെൻഡിങ് ആയി. അതിന്റെ താഴെയുള്ള 10,000 കമന്റ് എടുത്തു നോക്കുക. ഒന്നോ രണ്ടോ കമന്റ് ഒഴിച്ച് 99.99% ഇതിനെ അംഗീകരിക്കലാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇത് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്കല്ലേ ഇരുട്ടാവൂ, നാട്ടുകാർക്ക് ഇരുട്ടാവൂ. നമ്മൾ കണ്ണടച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവും, നാട്ടുകാർക്ക് ഇരുട്ടാവും. ഇനി ഒരു കാര്യം കൂടെ, ഇതിനർത്ഥം ഞാൻ ഫ്ലോ ഒന്നും ഇല്ലാത്തവന്നല്ല. ഞാൻ പല ചാനലുകളും പറഞ്ഞു, എനിക്ക് പറ്റിയ ഓണസ്റ്റ് ആയ ഒരു തെറ്റും കൂടെ ഞാൻ പറഞ്ഞു. നേരെ എന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ നേരില് ഒരു ചർച്ചാ സീനിൽ അഭിനയിച്ചു. അഡ്വക്കേറ്റ് ജയശങ്കർ സാർ ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് മിനി മാഡം ഉണ്ടായിരുന്നു, ഞാനുണ്ട്. അതിജീവിത എന്ന വാക്കിന്റെ കൂടെ ഞാൻ പറഞ്ഞുകൂടാത്ത പ്രാസം ഒപ്പിച്ച് മറ്റൊരു വാക്ക് ഒരു പഞ്ച് ഡയലോഗിന് വേണ്ടി ഞാൻ പറഞ്ഞു. ചർച്ച ഓർഗാനിക് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ ചർച്ച വെച്ചതാണ്. ആ വാക്ക് തികച്ചും തെറ്റാണ്. എന്നോട് അവിടെ ഞാനും മിനി മാഡം എന്നും അടിയാണ്. മിനി മാഡം എന്നോട് പറഞ്ഞു രാഹുൽ ഈശ്വർ ആ വാക്ക് ഉപയോഗിക്കുന്നത്, ആ വാക്ക് ശരിയല്ല. അപ്പൊ ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള സെറ്റിലെ ആൾക്കാരുണ്ട്, അവർ പറഞ്ഞു ശരിയല്ല, കറക്റ്റാണ് മാഡം, ആ പറഞ്ഞത് പോയിന്റ് ഉണ്ട്. കാര്യം ആ ഒരു വാക്ക് പോപ്പുലറൈസ്ഡ് ആയാൽ ആ വാക്ക് വ്യാപകമായി എല്ലാ സ്ത്രീകൾക്കെതിരെ മിസ്യൂസ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ നാളെ ജെനുവിൻലി പരാതി കൊണ്ടുവരുന്ന സ്ത്രീകൾക്കെതിരെ മിസ്യൂസ് ചെയ്യപ്പെടും. ആ വാക്ക് അതിനുശേഷം ഇന്ന് ഞാൻ അതിനുശേഷം ജീവിതത്തിലോ സാമൂഹിക മാധ്യമങ്ങളിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ കാരണം നമുക്ക് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ മാറ്റാം. പക്ഷേ ഇതിന് 3 വർഷം ബോച്ചയെ ജയിലിലിടണം എന്നൊരു നിർബന്ധ ബുദ്ധി ഹണി റോസ് പിടിക്കരുത്. ഇതിന് 3 വർഷം പരമാവധി കുടുക്കി പരമാവധി ജയിലിലിട്ട് ടാർഗറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കരുത്. സോഷ്യൽ റോങ്ങിനെ സോഷ്യൽ റോങ് ആയി കാണണം. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെയും ബോച്ചയ്ക്കെതിരെ മറ്റൊരു കോണ്ടക്സ്റ്റിലാണെങ്കിലും ഉദ്ദേശശുദ്ധിയെ നന്നായിട്ട് പോയ ഡോക്ടർ അരുൺകുമാറിനാണെങ്കിലും ബോച്ചയ്ക്ക് അത്യാവശ്യം ആൾക്കാരെ കൈയടിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊന്ന് സെക്ഷലി ടിറ്റിലേറ്റ് ചെയ്ത് ആൾക്കാരൊന്ന് കൈയടിക്കട്ടെ, ആൾക്കാരെല്ലാം ഒന്ന് കൂകി വിളിക്കട്ടെ എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് പറഞ്ഞത്. ഇതൊന്നുമില്ലാതെ തമാശയ്ക്ക് ചാനലിരുന്ന ഡോക്ടർ അരുൺകുമാറിനോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ആരാണെങ്കിലും XYZ ഇവർ അല്ലെങ്കിൽ നാളെ ഞാൻ ഏതെങ്കിലും ഒരു പരാമർശം പറഞ്ഞാലോ ആണുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് പുരോഗമനവാദം.